ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്. അടുത്തതായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന ബ്ലെസ്സിങ്സ്, കാര്യങ്ങൾ എന്തൊക്കെയാണ്, അടുത്തതായി നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്ന സിറ്റുവേഷൻസ് എന്താണ്, അതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ റീഡിംഗ് ആണ് ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ പൈലോ മറ്റു കാര്യങ്ങളൊന്നും വയ്ക്കുന്നില്ല, ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആയിരിക്കും. അപ്പോൾ നിങ്ങളൊരു 3 തവണ ശ്വാസം വലിച്ചു വിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിരുന്നാൽ മാത്രം മതിയാകും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അടുത്തതായി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. വാട്ട് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്കിവിടെ വ്യക്തമായിട്ടുള്ള തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു സമയത്തോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനാണ്. എക്സാമ്പിൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്കൊരു വ്യക്തമായിട്ടുള്ളൊരു വിഷൻ ഇല്ല, നിങ്ങൾക്ക് ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ്. ഇവിടെ ഞാൻ എന്ത് തീരുമാനം എടുക്കണം എന്നറിയത്തില്ല, ഞാൻ ഏത് പാതയിലോട്ടാണ് പോകുന്നത് എന്നെനിക്കറിയാൻ പറ്റുന്നില്ല, ഞാൻ എന്ത് ഡിസിഷൻ എടുക്കണം, അല്ലെങ്കിൽ ഞാൻ അമ്മയുടെയും അച്ഛൻ്റെയും അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന പാതയിലോട്ട് പോകണോ, അത് എൻ്റേതായിട്ടുള്ള തീരുമാനം, എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യണോ, ഇങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസും ചോദ്യങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ട്. പക്ഷേ ഇപ്പം നിങ്ങൾ ചിന്തിക്കുകയാണ്, ഓക്കെ ഞാനൊരു തീരുമാനമെടുത്ത് എൻ്റേതായിട്ടുള്ളൊരു ബേസിൽ പോകാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു വിഷൻ ഉണ്ടാവുന്നുണ്ട്, വ്യക്തമായിട്ടുള്ള ആഗ്രഹം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്, വ്യക്തമായിട്ടുള്ള പാഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്, എല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഗോളുണ്ട്, ആഗ്രഹങ്ങൾ എല്ലാം ഉണ്ട്. പക്ഷേ ആ ഒരു വിഷനിലോട്ട് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കാണുന്ന സമയത്ത്, അതിലോട്ട് എത്തിപ്പെടാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് വേറെന്തോ ലൂപ്പുകൾ നിങ്ങളെ ഭയങ്കരമായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, തിരിച്ച് പിന്നോട്ട് വലിക്കുന്നുണ്ട്. അത് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവായിട്ട് നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ മുന്നിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പാഷന് മുന്നിൽ, നിങ്ങളുടെ കരിയറിന് മുന്നിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ലൂപ്പ്, അത് മേ ബി റിലേഷൻഷിപ്പ് ആവാം, മേ ബി ഫാമിലി ഇഷ്യൂസ് ആവാം, നിങ്ങളുടെ മാരേജ് ലൈഫ് ആവാം, നിങ്ങളുടെ ഫ്യൂച്ചർ ആവാം, അതിനെക്കുറിച്ച് ആകുലപ്പെട്ട് വിഷമിച്ച് നിൽക്കുന്ന സിറ്റുവേഷനിലോട്ട് പോകുന്നുണ്ട്. ആ ലൂപ്പ് കുറയ്ക്കുക. ചിന്തകളും നെഗറ്റീവ്സും പ്രോബ്ലംസും എല്ലാം കുറച്ചതിന് ശേഷം വ്യക്തമായിട്ടുള്ള ലക്ഷ്യം എന്താണോ അതിന് വേണ്ടിയിട്ട് സറണ്ടർ ചെയ്യുക ജീവിതം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു തീരുമാനത്തിലോട്ട് എത്താൻ പറ്റും. ഇവിടെ കാണുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ചെറുതിലേ മുതലേ ആ ഒരു പാഷൻ, അല്ലെങ്കിൽ ചെറുതിലേ മുതലേ ആ ഒരു പർപ്പസ് നിങ്ങളുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അതിലോട്ട് എത്തിപ്പെടേണ്ട കുറേ അധികം ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ട്. അതെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ അത് ഏത് പ്രായത്തിൽ നിങ്ങളെ തേടി വരും എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ വാട്ട് നെക്സ്റ്റ്, അടുത്തതായിട്ട് നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റും. നിങ്ങളെ തന്നെ നിങ്ങൾക്ക് ജഡ്ജ് ചെയ്ത്, നിങ്ങളെ തന്നെ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റേണ്ട, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ കൂടുതൽ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ സമയം നിങ്ങൾ എന്താണ് സൂക്ഷിക്കേണ്ടത്? നിങ്ങളുടെ ഹെൽത്ത് തന്നെയാണ് സൂക്ഷിക്കേണ്ടത്. ഈ സമയത്ത് നിങ്ങളുടെ ഹെൽത്ത് ഭയങ്കരമായിട്ട് മോശപ്പെടുന്ന സിറ്റുവേഷൻസിൽ കാണുന്നുണ്ട്. ഹെൽത്ത് പരമായിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾക്ക് വന്ന് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആയിട്ട് കാണുന്നുണ്ട്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് സമയത്തിൻ്റെ ഒരു പ്രോബ്ലമോ നിങ്ങളുടെ വിഷൻ്റെ ഒരു പ്രോബ്ലമോ ആയിട്ട് കാണുന്നില്ല. നിങ്ങൾ ചെയ്തു വെക്കുന്ന സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളുടെ ചിന്തകൾ കൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്ന ചില ഇഷ്യൂസുകൾ, കണ്ണേറ്, കമ്പയർ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ദൃഷ്ടിദോഷം, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് കൊണ്ട് നിങ്ങൾക്ക് വരുന്ന ചില പ്രോബ്ലംസ്. ഈ സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട സിറ്റുവേഷൻ എന്ന് പറയുന്നത് സൈക്കിക് അറ്റാക്ക്, അതുപോലുള്ള സിറ്റുവേഷൻസ്, എനർജി ഡ്രൈനിങ്, അങ്ങനത്തെ ഹെൽത്ത് കൂടുതൽ നിങ്ങളൊന്ന് കെയർ ചെയ്തേ പറ്റുള്ളൂ ഈ സമയം. കാരണം ഹെൽത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ നന്നായിട്ട് പോകണം. ഇവിടെ കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ, വിധി എന്ന് പറയുന്നൊരു സംഭവം, വിധിപ്രകാരം എന്ന് പറയുന്ന സംഭവം, നിയോഗം എന്ന് പറയുന്നൊരു സംഭവം, നിങ്ങൾ കാണുന്ന വിഷൻ അല്ല യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾ കാണുന്ന വിഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട സബ്ജക്റ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വരേണ്ട സിറ്റുവേഷൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ചെറുതാണ്.
പക്ഷേ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത് വലിയ വലിയ കാര്യങ്ങളാണ്. അപ്പം ഇവിടെ കാണുന്നൊരു സിറ്റുവേഷൻ, ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്ന് പോയി നിങ്ങൾക്ക് കുറേ പ്രോബ്ലംസും സിറ്റുവേഷനും തന്ന് നിങ്ങളുടെ ഡിപ്രഷനിലാക്കുന്നതിൻ്റെ കാര്യം എന്താണ്? ആ വ്യക്തി വന്നാലേ നിങ്ങളുടെ ലൈഫിൽ അടുത്ത സ്റ്റോറി മുന്നോട്ട് പോകത്തുള്ളൂ. ഡിവൈൻ എഴുതുന്ന സ്റ്റോറിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവം ആരാണോ, ഈ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്ന, നിങ്ങളുടെ ഹയർ എനർജി, നിങ്ങളുടെ സോൾ നിങ്ങൾക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്ന കഥ മുന്നോട്ട് പോകണം എന്ന് ഉണ്ടെങ്കിൽ, അങ്ങനെ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരണം എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ ലൈഫിലോട്ട് ഈ വ്യക്തി വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ പറഞ്ഞ കഥ മുന്നോട്ട് പോകത്തുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനത്തുള്ള ആൾക്കാരും സിറ്റുവേഷൻസും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വരുന്നത്, നിങ്ങളെങ്ങനെ പെടുത്തിയിടുന്നതും, നിങ്ങളുടെ ഡ്രീംസ് അടിച്ചുകൊണ്ട് പോകുന്നതും, ബാക്ക് സ്റ്റാബ് ചെയ്യുന്നതും, അങ്ങനെയൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരുന്നത് ഈ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ മേജർലി വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ ആഗ്രഹം ചെറുതാണ്, നിങ്ങളുടെ ചിന്തകൾ ചെറുതാണ്, നിങ്ങളുടെ വിഷൻ ചെറുതാണ്. അതിനേക്കാളും വലുതാണ് നിങ്ങളുടെ ഡീമെറിറ്റ്സുകൾ. അതായത് ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതോ അല്ലെ ഞാൻ കാർഡിൽ കാണിക്കുന്നത് വ്യക്തമായിട്ട് ഞാൻ കാണിക്കണം. അതായത് എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു, ഞാനിവിടെ കാണുന്ന വിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ ഒരു ലേഡി എന്ന് പറയുന്നത്, ഈ ഒരു ലേഡി നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയുടെ വിഷനിലോട്ടാണ്. ഇതിൻ്റെ ഓട്ട എന്ന് പറയുന്നത് ചെറുത്, ഇതിൽ നിന്നും ആൾ നോക്കുന്ന ഇതിലോട്ടാണ്. പക്ഷെ അതിനേക്കാളും വലിയ വലിയ ഹോളിലാണ് അവളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് വേറെ ആൾക്കാർ, അല്ലെങ്കിൽ അതിനേക്കാളും വലിയ ഒരു ലെൻസിലൂടെയാണ് യൂണിവേഴ്സ് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളുടെ വിഷനാണോ യൂണിവേഴ്സിൻ്റെ വിഷനാണോ നടക്കുന്നത്? ഉറപ്പായിട്ടും യൂണിവേഴ്സിൻ്റെ വിഷൻ തന്നെയായിരിക്കും നടക്കുന്നത്. അതിപ്പം അതിലോട്ട് സറണ്ടർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹത്തിലോട്ട് പോകാം, പാഷനിലോട്ട് പോകാം, എന്തിലോട്ടും പോകാം. പക്ഷെ അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിലോളം നിങ്ങളുടെ ചിന്ത വലുതാകണം. നിങ്ങളുടെ പാഷൻ യൂണിവേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞ് ഈ പറയുന്ന വിഷൻ നിങ്ങൾ വലുതാക്കണം. ഡീമെറിറ്റ്സിനേക്കാളും മെറിറ്റ്സ് ആയിരിക്കണം നിങ്ങൾക്ക് കൂടുതലും. നെഗറ്റീവ്സിനേക്കാളും പോസിറ്റീവ് ആയിരിക്കണം നിങ്ങൾ കൂടുതലും. മടിയേക്കാളും എന്താ പറയുക, നിങ്ങൾക്ക് കൂടുതൽ ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം. എല്ലാ നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും കൂടുതൽ ടോപ്പായിട്ട് ഹൈ എനർജി ആയിട്ട് നിൽക്കുന്നത്, അത് മാത്രമേ നിങ്ങളുടെ ലൈഫിലോട്ട് അട്രാക്റ്റഡ് ആവത്തുള്ളൂ. റിലേഷൻഷിപ്പ് അങ്ങനത്തുള്ള സാധനങ്ങൾ മാത്രം നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ആ റിലേഷൻഷിപ്പിലോട്ട് മാത്രം നിങ്ങൾ പോയി പോവും. നിങ്ങൾ വേറെ ഒന്നും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കാണാൻ പറ്റത്തില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, എടുക്കാൻ പറ്റത്തില്ല. എല്ലാം അതിലോട്ട് മാത്രം മാറിപ്പോവും. ഇപ്പം ആരോഗ്യം മോശപ്പെട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ, അതിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണോ അത് ചെയ്യാൻ വേണ്ടി നോക്കുക. ആരോഗ്യം മോശപ്പെട്ടെന്ന് പറഞ്ഞ് നിങ്ങൾ വന്ന് ടാറോട്ട് കാർഡ് പേഴ്സൺ റീഡിങ് എടുത്തിട്ടൊന്നും കാര്യമില്ല. അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് വരുന്നുണ്ട്, എൻ്റെ അങ്ങനെ ആരോഗ്യം സീനാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട് പോകേണ്ടി വരും നിങ്ങൾ. അല്ലെന്നുണ്ടെങ്കിൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് പോകേണ്ടി വരും. അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സീരിയസ്ലി പറഞ്ഞു വെച്ചാൽ, അന്ധവിശ്വാസങ്ങൾ കുറേ ഉണ്ട്. അതിലൊരിക്കലും നിങ്ങൾ ട്രസ്റ്റ് ചെയ്യരുത്. അന്ധവിശ്വാസങ്ങൾ എന്ന് പറയുന്ന സാധനത്തിൽ പോയി ട്രസ്റ്റ് ചെയ്യരുത്. വിശ്വാസം എന്ന് പറയുന്ന കാര്യം, എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കാര്യം, പ്രാക്ടിക്കലാലിറ്റിയിൽ ചിന്തിച്ച് നോക്ക്. പ്രാക്ടിക്കലി ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. ഇമോഷണലി ഡൗൺ ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ നമ്മളെ ഡൗൺ ആക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് ആൾക്കാർ വരും. എക്സാമ്പിൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളൊരു ഡൗൺ സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ, ഒരുപാട് ഡൗൺ ആയിട്ടുള്ള സിറ്റുവേഷൻസിലുള്ള ആൾക്കാർ മാത്രമേ നിങ്ങളുടെ ലൈഫിലോട്ട് വരത്തുള്ളൂ. അത് എന്താണ്? പ്രകൃതിയുടെ നിയമമാണ്. ഓക്കെ, അതൊരു എന്താ പറയുക, അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പം ഇവിടെ കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ബോധ്യം ഈ സമയത്ത് തരാൻ വേണ്ടി നിങ്ങളുടെ സോൾ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സോൾ ഒരുപാട് നിൽക്കുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് പറ്റാത്തൊരു ലൂപ്പ്, നിങ്ങൾക്ക് ആ ഫാമിലി പറ്റുന്നില്ല, നിങ്ങൾക്ക് ആ ബിസിനസ് പറ്റുന്നില്ല, നിങ്ങൾക്ക് ആ ഒരു വിഷൻ പറ്റുന്നില്ല, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ കൊണ്ട് നിങ്ങൾക്ക് നന്മയോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത് നന്മ വരുത്താൻ, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്കത് ചേഞ്ച് വരുത്താൻ പറ്റും എന്ന് മാക്സിമം നോക്കുക. എങ്ങനെ നിങ്ങൾക്ക് അത് ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ ബെറ്ററായി, ഇപ്പം നിങ്ങളുടെ ബിസിനസ് തന്നെ ഭയങ്കരമായിട്ടും പൊളിഞ്ഞ് നിൽക്കണം, നിങ്ങളുടെ ജോലി തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട് നിൽക്കണം, അതിന് നിങ്ങൾക്ക് എങ്ങനെ സക്സസ് ആക്കാൻ പറ്റും എന്ന് നിങ്ങൾ ആലോചിച്ച് മുന്നോട്ട് പോവുക.
എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ മേജർലി കാണുന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റും. ബട്ട് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ട്. അത് തന്നെയാണ് ഈ ജീവിതത്തിൽ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത്. തീരുമാനം എടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ചിന്തിച്ച് നിങ്ങൾക്ക് ആ തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ട്. എന്തിൻ്റെ സീനായാലും, റിലേഷൻഷിപ്പ് ആയാലും, കരിയറിലും, ഫിനാൻസിലായാലും എന്തായാലും നിങ്ങൾക്ക് ആ തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഡിസിഷൻ മേക്ക് ചെയ്ത് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നുണ്ട്. ബ്ലോക്കേജ് മാറ്റാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. അങ്ങനെ ബ്ലോക്കേജ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് നിങ്ങളെ വിഷനിലോട്ട് എത്താൻ പറ്റും. നിങ്ങളുടെ പർപ്പസ് നിങ്ങൾക്ക് തുറന്നിട്ടും. എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു റോഡ്, ഈ റോഡ് എന്ന് പറയുന്ന ഫുൾ ട്രാഫിക്കും കാര്യങ്ങളും ടൈമും എല്ലാം ഭയങ്കരമായിട്ടും ഇങ്ങനെ കിടക്കണം. ഒരുപാട് ആൾക്കാരും അതുവഴി പോകുന്നുണ്ട്. അപ്പം നമ്മളെ സോൾ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ടാണ് അപ്പുറത്തൊരു കുടുക്ക് വഴിയുണ്ട്, പക്ഷേ കുറച്ച് പാടാണ് പോകാൻ വേണ്ടിയിട്ട്. കുറച്ച് കല്ലും മുള്ളും കാര്യങ്ങളൊക്കെ ഇതാക്കേണ്ടി വരും, കുറച്ച് പ്രോബ്ലംസ് പറ്റും. പക്ഷേ നമുക്ക് പെട്ടെന്ന് എത്താനും പറ്റും. എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഫസ്റ്റ് കിട്ടുകയും ചെയ്യും. നമ്മുടെ ലൈഫിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അട്രാക്റ്റ് ചെയ്യാനും പറ്റും. നമുക്ക് ആ ഒരു എനർജിയിലോട്ട് പെട്ടെന്ന് കയറാൻ പറ്റും. കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും ആ സമയത്ത്, അത്രയേ ഉള്ളൂ. അപ്പം വ്യക്തമായിട്ടുള്ള തീരുമാനം, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് ഇതൊക്കെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, മടിയും കാര്യങ്ങളും എല്ലാം മാറ്റി വെച്ച് നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങളുടെ പാഷനിലോട്ട് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സക്സസ് വരുന്നുണ്ട്. അപ്പം ഇവിടെ കാണിക്കുന്ന ഈ കാർഡിൽ കാണിക്കുന്ന എന്താണ്, ഈ കാർഡിൽ കാണിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് വിഷൻ നോക്കിക്കൊണ്ടിരുന്നാൽ മാത്രം പറ്റത്തില്ല. നിങ്ങളുടെ ആഗ്രഹം എന്താണോ, നിങ്ങളുടെ പാഷൻ എന്താണോ, അത് ജസ്റ്റ് നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്നാൽ മാത്രം പറ്റത്തില്ല. അതിലോട്ട് എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ തയ്യാറാവണം. അതേ കണക്ക് തന്നെ തയ്യാറാവണം. നിങ്ങൾക്കൊരു വിഷൻ ഉണ്ടാകുന്നുണ്ട്, നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടാകുന്നുണ്ട്, നിങ്ങൾക്കൊരു പർപ്പസ് ഉണ്ടാകുന്നുണ്ട്. അതിലോട്ട് ഇറങ്ങാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫെമിനിൻ എനർജീനെ, മസ്കുലർ എനർജീനെ ഞാനിവിടെ കാണുന്നുണ്ട്. അത് കാണുന്ന യൂണിവേഴ്സലിനെ ഞാൻ കാണുന്നുണ്ട്. ഇവിടെ കാണുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ വിളി ദൈവം കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ കരച്ചിലിനുള്ള സമാപനം ആയി എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ഓരോരുത്തരെയും ടൈം ചേഞ്ച് ആക്കാൻ വേണ്ടി യൂണിവേഴ്സിൽ പല ആൾക്കാരെയും ഇനി നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുതരും. പുതിയ പുതിയ സംരംഭം, പുതിയ പുതിയ എനർജീസ്, പുതിയ പുതിയ റിലേഷൻഷിപ്പ്, പുതിയ പുതിയ വ്യക്തികൾ, പുതിയ പുതിയ ആൾക്കാർ, ഇതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള സമയം അതിക്രമിച്ചു എന്നല്ല, നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞു എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ വരാൻ പോകുന്നു. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, പണ്ട് നിങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങൾ ആഗ്രഹിച്ചിട്ട് നിങ്ങൾക്ക് അതൊന്നും കിട്ടിയില്ല. പക്ഷേ ഈ സമയത്ത് നിങ്ങളുടെ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത് അത് ബിഗ്ഗാണ്. ഞാനിത് പറഞ്ഞാൽ വിശ്വസിക്കില്ലെന്ന് അറിയത്തില്ല, പക്ഷേ ഇത് ബിഗ് ട്രാൻസ്ഫർമേഷനാണ് നിങ്ങളുടെ ലൈഫിലുള്ള. യൂണിവേഴ്സലായിട്ട് എനിക്ക് തരുന്ന ഗൈഡൻസിൽ മാത്രമാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ബിഗ് ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ഭയങ്കര ട്രാൻസ്ഫർമേഷൻ, നിങ്ങൾ പോലും ചിന്തിക്കാത്ത ട്രാൻസ്ഫർമേഷൻ. ഓക്കെ, ഇവിടെ കാണുന്നൊരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഗുരുക്കന്മാരും വ്യക്തമായിട്ടുള്ള ഗൈഡൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിൽ തന്നെ പല സിറ്റുവേഷൻസിലുള്ള പല എഫേർട്ട് എടുത്ത് യൂണിവേഴ്സലായിട്ട് തന്നെ ആൾക്കാർ അയക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലോട്ട്. സോൾമേറ്റുകളായാലും ആയിരിക്കാം, ടിൻ ഫ്ലെയിംസോ അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം. അപ്പം ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ കൂടുതലും മനസ്സിലാക്കാൻ പറ്റുന്നൊരു സമയമാണ്. നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ്, നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണ്, നിങ്ങളുടെ പാർട്ട്ണർ ആരാണ്, ഇതൊക്കെ നിങ്ങൾക്ക് കൂടുതലും മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ വാല്യൂ, നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലും മനസ്സിലാക്കാൻ പറ്റുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ സമയം നിങ്ങൾ ആഗ്രഹിച്ച് നിൽക്കുന്ന ചില കാര്യങ്ങൾ മറ്റുള്ളവരുടെ വായിൽ നിന്നും അത് കേൾക്കാൻ പറ്റും നിങ്ങൾക്ക്. ഇപ്പം നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താണ് അതിൻ്റെ ഒരു ഉത്തരം എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അത് യൂണിവേഴ്സൽ പരമായിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് വരും. പല ആൾക്കാരും നിങ്ങളിലോട്ട് അട്രാക്റ്റഡ് ആവുന്ന ഒരു സമയമായിട്ടാണ് ഈ സമയം കാണാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞില്ലേ, വെറുതെ ഗ്ലാമറും കാര്യങ്ങളും മറ്റേതും കൊണ്ടല്ല ആൾക്കാർ ഫെയിം ആവുന്നു, അല്ലെങ്കിൽ വെറും ആൾക്കാർ എങ്ങനെയാണ്, ആൾക്കാരുടെ ടൈം മാറുന്നത് എങ്ങനെയാണ്, എനർജി. ഇറ്റ്സ് ആൾ അബൌട്ട് എനർജിയാണ് വേണ്ടത്. എനർജി ഇല്ലാത്ത ഒരാൾ, ഇപ്പോൾ എനിക്ക് എനർജി ഇല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തും റീഡിങ്ങോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും വരത്തില്ല. അപ്പം എല്ലാവർക്കും വേണ്ടത് എനർജി എന്ന് പറയുന്നൊരു സാധനമാണ്. അത് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് ആവാൻ പോവുകയാണ്. അപ്പം
നിങ്ങൾക്ക് നല്ല എനർജി, പോസിറ്റീവ് എനർജി നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഒരു സമയമായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആം, പുതിയ ജോലി, പുതിയ ഒരു 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 ഫ്രണ്ട്ഷിപ്പൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് പുതിയ സ്കൂളിൽ പോകാൻ നിൽക്കുന്ന പിള്ളേരാണെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ, ഇപ്പോൾ ഡാൻസ് പഠിക്കാൻ നിൽക്കുന്നു, സുംബ ഡാൻസ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ, പല പല കോഴ്സ് പഠിക്കാൻ നിൽക്കുന്നു, പുതിയ പുതിയ കാര്യങ്ങളിലോട്ട് ഇറങ്ങുന്നു. അതിൻ്റെയൊക്കെ നല്ല സമയമാണ് ഈ സമയം. പുതിയ പുതിയ കാര്യത്തിലോട്ട് ഇറങ്ങാൻ നിൽക്കേണ്ട സമയമാണ്. പുതിയ കാൽവെപ്പ് വെക്കേണ്ട സമയമാണ്. ഒരു ന്യൂ ബിഗിനിങ്സ്, പുതിയൊരു തുടക്കം. ഇപ്പം നിങ്ങൾ കാല് വെച്ച് മുന്നോട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് മറ്റേ കാലും വെച്ച് നടന്ന് പോവാം. അങ്ങനത്തെ ഒരു സമയമാണ് കറക്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം എന്ന് പറയുന്നത്. ഇത് യൂണിവേഴ്സലായിട്ട് നിങ്ങൾക്ക് തരുന്നൊരു ടൈമാണ്. അതിലുപരി നിങ്ങളെ പിതൃക്കന്മാരിൽ നിന്ന് കിട്ടിയ ബ്ലെസ്സിങ്സ്, നിങ്ങളെ മാതാപിതാക്കളുടെ അനുഗ്രഹം, നിങ്ങളുടെ കഴിവുകൾ, ഇതെല്ലാം നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ഇതായിട്ട് നിൽക്കുന്ന സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. പിന്നെ നിങ്ങളെ പണ്ട് സഹായിച്ച ഒരുപാട് ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെയൊക്കെ ബ്ലെസ്സ് ചെയ്യാം, അവരെയൊക്കെ അനുഗ്രഹിക്കാം, അവർക്കൊക്കെ നന്ദി പറയേണ്ട ഒരു സമയമായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളൊരു ഏഞ്ചലായിട്ട് മാറുന്ന ഒരു സമയമായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ബട്ട് ഞാൻ ഇപ്പോഴും നിങ്ങളടുത്ത് പറയുന്നു, നിങ്ങളൊരു ഏഞ്ചലാകുന്ന സമയത്ത്, നിങ്ങളൊരു മാലാഖി ആവുന്ന സമയത്ത്, നമുക്കൊരു സാധനം ദൈവം തരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ പേരിൽ ഒരിക്കലും അഹങ്കരിക്കാൻ അങ്ങനെ ഒന്നും പാടില്ല. എങ്കിൽ മാത്രമേ നമുക്ക് ആ സാധനം കയ്യിൽ കിട്ടത്തുള്ളൂ. പിന്നെ നമ്മളെ കൈ കിട്ടിയിട്ട് നമ്മളത് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നും കൂടെ ഡിവൈൻ നോക്കും. നമ്മൾ ചീത്തയായിട്ടാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മേളിൽ കൊണ്ടിങ്ങനെ ഇട്ടിട്ട് ഒറ്റടി താഴെ ഇടും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു തരികയാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്കറിയാം, എനിക്കിവിടെ ഇൻറ്റ്യൂഷൻ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ എന്തൊക്കെ വരും, ലൈഫിൽ എന്തൊക്കെ നിങ്ങൾ നേടും എന്നുള്ളത് എനിക്കിവിടെ ഇൻറ്റ്യൂട്ടീവ്ലി കിട്ടുന്നുണ്ട്. പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അഹങ്കരിക്കരുത്. നമ്മൾ ആ ഒരു കീപ്പ് ചെയ്ത്, ഓക്കെ, എല്ലാവരും ഭൂമിയിൽ വന്ന് മരിച്ചു പോകാനുള്ള ആൾക്കാരാണ്. ബട്ട് കിട്ടുന്ന സാധനം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നല്ല രീതിക്ക് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. ആരെയും ഉപദ്രവിച്ചോ നെഗറ്റീവ് കാണിച്ചോ ഒന്നും ചെയ്യാൻ നിൽക്കരുത്. അതെന്താണ് കിട്ടുന്നതെന്നും എനിക്കറിയാൻ പറ്റുന്നില്ല. പലർക്കും പല എനർജീസ് ആയിരിക്കുമല്ലോ കിട്ടുന്നത്. ചില കഴിവുകൾ പെട്ടെന്ന് തുറന്നു കാണിക്കും. നിങ്ങളുടെ കഴിവുകൾ, നിങ്ങൾ പോകേണ്ട വഴി ഇതാണെന്നുണ്ടെങ്കിൽ മാറ്റിയിട്ട് ഇതെല്ലാം നിൻ്റെ പാത, ഇങ്ങോട്ടാണ് നീ പോകേണ്ടത്. അപ്പം കറക്റ്റ് പാത മനസ്സിലാകുമ്പോഴത്തേക്കും ഞാൻ എന്തായിരുന്നു ഏതായിരുന്നു എന്ന് മനസ്സിലായി അതിലോട്ട് പോകാൻ പറ്റും. അത് ഏജും കാര്യങ്ങളൊന്നും പ്രത്യേകതയൊന്നുമില്ല. ഇപ്പോൾ സമയം മാറുന്നതിൻ്റെ സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഇവിടെ കാണുന്നതിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. നിങ്ങളെ സംബന്ധിച്ച് കറൻ്റ്ലി ഇങ്ങനത്തുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത്, എനർജി കൂടുന്ന സമയത്ത്, ടവർ എനർജി, ഒരുപാട് പ്രോബ്ലംസും സിറ്റുവേഷൻസും നിങ്ങളെ സംബന്ധിച്ച് വരും. അതിനെ വെല്ലുവിളിക്കുകയോ തരണം ചെയ്യുകയോ അല്ല വേണ്ടത്. പ്രാക്ടിക്കലായിട്ട് ആ ട്രിക്കിനനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് മനസ്സിലാക്കി പോവുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പ്രോബ്ലംസ്, എല്ലാവരുടെ ലൈഫിലും പ്രോബ്ലംസും ഇഷ്യൂസും ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ അത് മനസ്സിലാക്കി എങ്ങനെ അതിനിപ്പം ഒരു ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് നോക്കുക. വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ എന്താണ് അതൊക്കെ തേടി മുന്നോട്ട് പോവുക. അപ്പം അങ്ങനത്തെ ഉള്ളൊരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ഹീലേഴ്സ് ഇവിടെ ജനിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഹീലേഴ്സും ഒരുപാട് റീഡേഴ്സിനൊക്കെ ഈ സമയത്ത് ഒരുപാട് ആൾക്കാരെ ട്രാൻസ്ഫർമേഷൻ ചെയ്ത് യൂണിവേഴ്സിൽ ഇങ്ങോട്ട് ഇറക്കി വിടുന്നുണ്ട്. അപ്പം ഈ സമയം എന്ന് പറയുന്നത് ഒരു കാലചക്രം മാറിക്കറങ്ങുന്നൊരു സമയമായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കാലചക്രം ഈ സമയത്ത് മാറിക്കറങ്ങി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എനർജി ഡിവൈൻ ഇത്ര നാൾ നിങ്ങളുടെ എനർജി പിടിച്ചു വെച്ചിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡിവൈൻ നിങ്ങൾക്ക് ഈ സമയം എനർജി തരാൻ വേണ്ടി തയ്യാറാകുന്നു. നിങ്ങളുടെ സമയം മാറ്റുന്നു. നിങ്ങളുടെ വിഷമത്തിനൊക്കെ ഒരു പുതിയൊരു യുഗം അല്ലെങ്കിൽ പുതിയൊരു സംഭവം നിങ്ങളുടെ ലൈഫിൽ കാണിച്ചു തരുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. അപ്പം ഒരുപാട് ബ്ലെസ്സിങ്സ് ആണ് ഈ സമയത്ത് കാണുന്നത്. എന്നെ സംബന്ധിച്ചിവിടെ കാണാൻ പറ്റുന്ന ഈ സമയത്ത് ഒരുപാട് മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. റിയലൈസേഷൻ അറിയാൻ പറ്റുന്നുണ്ട്. ഞാൻ എന്തിലോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ പറ്റുന്നുണ്ട്. ഇനി റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഒരുപാട് പേരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇന്നും മൗനമാണ് യൂണിവേഴ്സ് നിങ്ങളുടെ പേരിൽ കാണിച്ചിരിക്കുന്നത്. ഒരു മൗനത്തിലാണ് നിൽക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലൊന്നും യൂണിവേഴ്സിൽ ഇവിടെ വലിയ രീതിക്കൊന്നും തീരുമാനം എടുക്കുന്നതായിട്ട് ഇവിടെ കാണുന്നില്ല. നിങ്ങൾ ചോദിക്കുന്ന സമയത്ത്, നിങ്ങൾ വിഷമിക്കുന്ന സമയത്തും കണ്ണും പൂട്ടി നിൽക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ യൂണിവേഴ്സിൽ അതിൻ്റെതായ തീരുമാനങ്ങൾ ഉണ്ടായിരിക്കും. ആ റിലേഷൻഷിപ്പിൻ്റെ എന്തെങ്കിലും കാരണങ്ങളില്ലാണ്ട് യൂണിവേഴ്സിൽ ഒന്നും കാണിച്ചു വയ്ക്കത്തില്ല. യൂണിവേഴ്സിലെന്നല്ല, ഇവിടുത്തെ എനർജീസും കാര്യങ്ങളും എല്ലാം. അപ്പോൾ വ്യക്തമായിട്ടുള്ള ബോധ്യം അവർക്ക് ഉണ്ടാവുന്നുണ്ട്. എന്താണ് വേണ്ടത്, ഏതാണ് വേണ്ടതെന്ന് അവർക്ക് ഒരു ബോധ്യം ഉണ്ടാവുന്നുണ്ട്. അപ്പം വിഷമിച്ചിരിക്കുന്ന ആൾക്കാരോ പെയിനായിട്ട് നിൽക്കുന്ന ആൾക്കാരോ കൊണ്ട്, റിലേഷൻഷിപ്പിലൊക്കെ പെയിനായിട്ട് നിൽക്കുന്ന ആൾക്കാരോ കൊണ്ടെന്നുണ്ടെങ്കിൽ
ഈ സമയം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഒരു പുതിയൊരു ടൈമിലോട്ട് കടക്കേണ്ട സമയമാണ്. ഇനി വെറുതെ വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാലും എങ്ങനെയെങ്കിലും ഏവനെങ്കിലും അല്ലെങ്കിൽ ഏവളെങ്കിലും വീട്ടിൽ വന്നിട്ട് വിളിച്ചുകൊണ്ടെങ്കിലും പോയി പണിയെടുപ്പിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കും. അങ്ങനത്തുള്ളൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. സമയത്തിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. നമ്മൾ വീട്ടിൽ വെറുതെ ഇരുന്ന് കഴിഞ്ഞാലും നമുക്ക് വരേണ്ട ബ്ലെസ്സിങ്സും വരാനുള്ളത് വഴി തങ്ങൂല, അങ്ങനെയൊന്നുമല്ല കേട്ടോ. നമ്മുടെ ലൈഫിൽ വരേണ്ട ബ്ലെസ്സിങ്സ് ഉണ്ട് ഒരുപാട്, അത് നമ്മുടെ ലൈഫിലോട്ട് വരും. അല്ലാണ്ട് നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസോ കാര്യങ്ങളൊന്നുമില്ല. നെഗറ്റീവ് നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. നമ്മളെ ലൈഫിൽ വരേണ്ട ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട്, അതാണ് നമുക്ക് വരുന്നത്. അതിൽ നമ്മൾ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നെഗറ്റീവിൽ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, പോസിറ്റീവിൽ മനസ്സിലാക്കി പെരുമാറേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. വന്ന വഴി ഒരിക്കലും മറക്കരുത് എന്ന് നമ്മൾ പഠിക്കുക. അത് തന്നെയാണ് നമ്മൾ മേജർലി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരിക്കലും എന്താ പറയുക, ഒരുപാട് ബ്ലെസ്സിങ്സും കാര്യങ്ങളും ഉണ്ടാകുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾക്കൊരു ടൈം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ടൈം മാറി വേറൊരു യുഗം നിങ്ങളുടെ ലൈഫിൽ പിറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയ കാര്യങ്ങളൊന്നും മറക്കാണ്ടിരിക്കുക. ലൈഫിൽ നല്ല രീതിക്ക് മുന്നോട്ട് സക്സസ് ആയിട്ട് പോകാൻ വേണ്ടി നോക്കുക. അതിപ്പോൾ എന്ത് വന്നു കഴിഞ്ഞാലും, ചില ആൾക്കാർ വഴിയായിരിക്കും വരുന്നത്, ചില ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്ന സമയത്തായിരിക്കും ഇങ്ങനത്തുള്ള സംഭവങ്ങൾ വരുന്നത്. അപ്പം അതിനെ തടഞ്ഞു നിർത്താനും നിൽക്കരുത്. വരട്ടെ, വന്ന് പോകട്ടെ എന്നുള്ളത് തന്നെയാണ്. പല ആൾക്കാരും വരുമ്പോൾ പല എക്സ്പീരിയൻസും സിറ്റുവേഷൻസും ഒക്കെയാണ്. പിന്നെ സ്ട്രെസ്ഡ് ആയിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഒരുപാട് ആൾക്കാരുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത മോശം സിറ്റുവേഷനിലാണ്, ബ്ലൈൻഡഡ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. പുറലോകം കാണാൻ പറ്റാണ്ട് ഒരു ലൂപ്പിൽ തന്നെ പെട്ടുപോയ സംഭവങ്ങൾ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് ഡോണ്ട് വെറി, അതൊക്കെ മാറും എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. അപ്പം ഇത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിലായിട്ട് കാണാം. അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഓക്കെ, ബൈ, ടാറ്റ, സി യു.